everyone, മുഫിദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. അപ്പൊ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ 23ാമത്തെ ദിവസമാണ് ഇവിടെ വന്നെത്തിയിട്ടുള്ളത്. അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എൻ്റെ പേര് മുഫിദ. ഞാൻ നിങ്ങളുടെ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനർ ആണ്, പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഏതൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ലൈഫിൽ ഒരു മാറ്റങ്ങൾ വേണം, ഡിക്റ്റേഷൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫ്രീ സെഷൻസും അതുപോലെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുത്തുന്ന ലൈഫ് ഹാബിറ്റ്സുകളും ഹാക്കുകളൊക്കെ ആയിട്ടുള്ള ഒരുപാട് സെഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്കാണ് നിങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ അതുപോലെ തന്നെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നെക്സ്റ്റ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് വരുന്നത് ഫെബ്രുവരി 28-ാണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ലൈഫിൽ ഒരു പ്രോപ്പർ ആയ ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ 23ാമത്തെ പ്രാക്ടീസിലേക്ക് വരാം. നമ്മളിവിടെ 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കിന്റെ പ്രാക്ടീസസ് വേർഷൻ ആയിട്ടുള്ള ദ മാജിക്കൽ ബുക്കിന്റെ 28 മാജിക്കൽ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിലെ 23ാമത്തെ ദിവസമാണ് ഇന്നുള്ളത്. അപ്പൊ ഇതുവരെയുള്ള പ്രാക്ടീസ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഡേ 1 മുതൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് വരുന്നത് മാജിക്കൽ എയർ ദാറ്റ് യു ബ്രീത്ത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉള്ള കാര്യങ്ങളും അതുപോലെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതുപോലെ നമ്മൾ ലൈഫിന്റെ ഓരോ ഏരിയ എടുത്തിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ബ്രീത്ത് എടുക്കുന്നത്, ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നത് കോൺഷ്യസ്ലി അല്ല എന്നുള്ളത് മാത്രം. കോൺഷ്യസ്ലി ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിന്റെ ഉപകാരവും അതിന്റെ ദോഷഫലങ്ങളും ഒക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അൺകോൺഷ്യസ്ലി ഡെയിലി ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വായു എന്ന് പറയുന്നത്. അപ്പോ ഇത് നമ്മൾ കോൺഷ്യസ്ലി അല്ല ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് എടുക്കാറുണ്ടാവില്ല. അറിയാതെ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടാണ് ബ്രീത്ത് എടുക്കുന്നത്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മൾ ബ്രീത്ത്, അതായത് 24 അവറും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നമ്മൾ എന്ത് നമ്മള് ബ്രീത്ത് എന്ന് പറയുന്നത് ദഹനം, അതുപോലെ തന്നെ നമ്മൾ ശ്വാസോച്ഛ്വാസം എന്നൊക്കെ പറയുന്നത് 24 അവറും നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്. ശ്വാസം എടുക്കുന്ന ബ്രീത്തിന് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രാക്ടീസ് വരുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ ബ്രീത്തിനും മനസ്സറിഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ അബൻഡൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫീൽ ചെയ്യുന്ന സക്സസ് അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ട് സമ്പന്നത എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് പൊതുവെ എന്തായിരിക്കും, മണി റിലേറ്റഡ് ആണ് എല്ലാവർക്കും വരുന്നത്. പക്ഷേ ഈ ലോകത്തിലുള്ള അബൻഡൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ വായു എന്നുള്ളത് നമ്മൾ എത്ര വായു എടുത്ത് പുറത്തേക്ക് വിടുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൽ ഒരു കുറവും വരുത്തുന്നില്ല. അതായത് നമ്മൾ ഓരോ വായു എടുക്കുന്നതിന് എണ്ണം കണക്കാക്കുകയും അതിന് വില കൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് സാധ്യമല്ല എന്നുള്ളതാണ്. ഓരോ ദിവസം, ഓരോ സെക്കൻഡിൽ, ഓരോ മിനിറ്റുകളിലും എത്രത്തോളം വായുവാണ് നമ്മൾ എടുത്ത് എന്തിന് നമ്മളെ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ചെടി ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം ഓക്സിജൻ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ വായുവിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നമ്മൾ കോൺഷ്യസ്ലി ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നുണ്ട്, ദിവസം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഈ ലോകത്ത് വായുവാണ്. അതുപോലെ കാരണം നമുക്ക് ഒരിക്കലും അതിനെ ലിമിറ്റ് നിശ്ചയിക്കാനോ ഇന്ന രീതിയിൽ അതിനെ, അതായത് ഇന്ന ടൈമില് ഇന്ന രീതിയിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ബ്രീത്ത് എടുക്കുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസും അത് തന്നെയാണ്. നമ്മളെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. പിന്നെ എന്താ, ലൈഫിൽ നമുക്കറിയാം നമ്മളെ ലൈഫിൽ
അത്യാവശ്യ ഘടകങ്ങൾ പെട്ടതാണ് വെള്ളം, വായു, അത്തരത്തിലുള്ള കാര്യങ്ങൾ. വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മള് വെള്ളം ഒക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. പണ്ട് മുതലേ പറഞ്ഞിട്ടാണ് ഈ വെള്ളത്തിന് യുദ്ധം വരും എന്നൊക്കെ പറയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇന്നത് എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കാശ് കൊടുത്ത് വാങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും വെള്ളത്തിന്റെ നമ്മളിപ്പോ വെള്ളത്തിന്റെ രീതിയിലും നമ്മൾ അബൻഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ വെള്ളവും ഉണ്ട്. അത് എങ്കിൽ പോലും വെള്ളത്തിൽ അവിടെ ലിമിറ്റ് വന്നത് നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ വായുവൊക്കെ അങ്ങനെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും അബൻഡൻസ് ആയി നമുക്ക് ഇപ്പോ നിലവിലുള്ളത് വായു എന്ന് പറയുന്നത്. നമുക്കത് എണ്ണിയാൽ തീരാത്തിടത്തോളം നമ്മൾ ഉപയോഗിച്ച് തീരാത്തിടത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മളെ വായു എന്ന് പറയുന്നത്. അപ്പോ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളെ ബ്രീത്തില് നമ്മൾ ഫുൾ ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഓരോ ബ്രീത്തും ഫീൽ ചെയ്തുകൊണ്ട് അതായത് ഒരു 5 ബ്രീത്ത് കേട്ടോ, നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. ഒരു 5 ബ്രീത്ത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്യുക. അതെങ്ങനെ ഫുൾ ഫീലിങ്ങോട് കൂടി ഫുൾ കോൺഷ്യസ്ലി നമ്മൾ ഫുൾ ബ്രീത്തും കൊടുത്ത് നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നല്ല റിലാക്സ് ചെയ്തിരുന്ന് മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും മാറി നിന്ന് നമ്മൾ ബ്രീത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ബ്രീത്തിങ് എടുക്കുമ്പോൾ നല്ല സ്ലോ ആയിട്ട് ബ്രീത്ത് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് അതിന് താങ്ക് യു എന്ന് അറിയിക്കുക. ഇങ്ങനെ 5 വട്ടം നമ്മൾ ബ്രീത്ത് എടുത്തിട്ടും ബ്രീത്ത് ഔട്ട് ചെയ്യുകയും വേണം. അത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് കോൺഷ്യസ്ലി ഫുൾ ഫീലിങ്ങോട് കൂടി ബ്രീത്ത് എടുക്കുക. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു എന്തെന്നില്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു, പക്ഷെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ള അവസ്ഥയ്ക്ക് നന്ദി പറയുമ്പോഴാണെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള അവസ്ഥ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ബ്രീത്തിനും നന്ദി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു 5 ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഫീൽ ചെയ്തുകൊണ്ട് അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അതും താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറയും. മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലാക്സ് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഓരോ ബ്രീത്ത് എടുക്കുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അറിയാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് ഓരോ ബ്രീത്ത് എടുത്ത് സ്ലോലി അത് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും കൂടി ഫോം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ചെയ്യുന്നതിൽ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു കഴിഞ്ഞാൽ അത് വലിയ അബൻഡൻസ് ആണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ വായു എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ വലിയൊരു അബൻഡൻസ് ആണ്. നമ്മൾക്ക് ഏറ്റവും ബ്ലെസ്സിങ്സ്, അതായത് നമ്മൾ ഈ ലോകത്ത് എക്സിസ്റ്റൻസിന്റെ നമ്മൾ നിലനിൽപ്പുന്നുണ്ട് എന്ന് അറിയുന്നതിന് വായു ഉണ്ടാവും. നമ്മൾ ഒരാൾ മരിച്ചു എന്ന് നിർണ്ണയിക്കുന്നത് എങ്ങനെയാ? അവര് ശ്വാസം എടുക്കുന്നുണ്ടോ, ശ്വാസം അതാണ് നമ്മൾ ഒരാൾ മരിച്ചു എന്നത്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് നിലനിൽപ്പിന് തന്നെ വായു അത്യാവശ്യമാണ്. അപ്പൊ അത് ഓരോ മൊമെന്റിലും നമ്മൾ വേണ്ടുവോളം ബ്രീത്തും ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ഔട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് ഓരോ ബ്രീത്തും സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്ത് ബ്രീത്ത് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് അത് നിങ്ങൾ ഒരു 5 പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട് ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഇത് ചെറിയൊരു പ്രാക്ടീസ് ആണ്. ഇപ്പൊ ഇവിടെ പറയുന്ന ഓരോ പ്രാക്ടീസും നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം, നമ്മൾക്ക് മീ ടൈം, നമ്മളെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയത്തിൽ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയും. ഈ പ്രാക്ടീസുകൾ ഓരോന്നും നിങ്ങളെ ലൈഫിലൊരു വലിയ ഇൻവെസ്റ്റ്മെന്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ ബാക്കി ഡീറ്റെയിൽസ്, അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഒരുപാട് വളരണമെന്ന് വളരണമെന്ന് ആഗ്രഹിക്കുന്ന, ചിന്തയിൽ മാറ്റം വരുത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുത്തണം ഒരു കൂട്ടം ആളുകളുടെ കൂടെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് അപ്പോ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും പൂർണ്ണ ഫീലിങ്ങോട് കൂടി ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.